ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 4 അധ്യായം 2 മൊഴിയാഴം. ഈ അധ്യായത്തിൽ നമ്മൾ വിവിധ എഴുത്തുകാരുടെ പല സാഹിത്യ വിഭാഗങ്ങളിൽപ്പെട്ട കുറച്ച് കൃതികളെ പരിചയപ്പെടുകയാണ്. ഒന്നാമതായി പ്രശസ്ത കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ കവിയുടെ കാൽപ്പാടുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിന് നീളാതീരത്ത് എന്ന പേര് നൽകിയിരിക്കുന്നു. രണ്ടാമത്തേത് ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിന് കൂമൻകാവ് എന്നാണ് പേര്. അടുത്തതായി സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഒരു രംഗത്തിലെ ഒരു സംഭാഷണം മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. ഓർമ്മയിലെ തീനാളങ്ങൾ എന്നാണ് ആ ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേര്. അവസാനത്തേത് ആശാ മേനോന്റെ അടരുന്ന കക്കകൾ എന്ന യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഒരു തൂവലിന്റെ കഥ എന്നാണ് ആ ഭാഗത്തിന്റെ പേര്. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് വിശകലനത്തിലേക്ക് കടക്കാം. നമുക്ക് ഓരോ സാഹിത്യ വിഭാഗത്തിൽ നിന്നും തന്നിട്ടുള്ള ഭാഗങ്ങൾ ഓരോന്നായി വായിക്കാം. അതിനുശേഷം അതിൻ്റെ വിശകലനവും നടത്തി പോകാം. അതിനു മുൻപ് പാഠഭാഗത്തിന്റെ ആമുഖമായി 2 വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആഴിയിൽ തിര പോലെ മൊഴിയിൽ പൊരുൾ നിറയുമ്പോൾ ആഴമേറുന്നു അഴകേറുന്നു മൊഴി ആഴമായി മാറുന്നു. എന്താണ് മൊഴിയാഴം എന്ന പാഠഭാഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഈ വരികളിൽ പറഞ്ഞിരിക്കുകയാണ്. മൊഴിയാഴം എന്ന് പറഞ്ഞാൽ ആഴിയിൽ തിര പോലെയാണ് മൊഴി എന്ന് വെച്ചാൽ, ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കടലാണ്. കടലിൽ എന്തൊടുങ്ങുന്നില്ല? തിരകൾ ഒടുങ്ങുന്നില്ല. അതുപോലെ ആഴിയിലെ തിര പോലെ ഭാഷയിൽ എന്ത് നിറയുന്നു? പൊരുൾ അഥവാ അർത്ഥം അല്ലെങ്കിൽ അറിവ് നിറയുന്നു. ഒരു ഭാഷയ്ക്കുള്ളിൽ അനവധിയായ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന അസംഖ്യം വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾക്ക് ഓരോന്നിനും ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ സംവേദനം ചെയ്യാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഷയിൽ പ്രയോഗിക്കപ്പെടുന്ന പദങ്ങൾക്ക്, വാക്യങ്ങൾക്ക് എല്ലാം 100,000 അർത്ഥങ്ങൾ കൈവരുന്നു. അങ്ങനെ വരുമ്പോൾ ഭാഷയ്ക്ക് അഴകേറുന്നു, മൊഴി ആഴമായി മാറുന്നു. ഒരു ഭാഷയിൽ ഒരു വാക്കുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെ ആയിരിക്കണമെന്നില്ല ആ വാക്കുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നൊരു പഴമൊഴി കേൾക്കുകയാണ്. ആ പഴമൊഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നല്ല. അമിതമായി ക്ഷോഭിക്കുന്ന ആൾക്കാർ പ്രവൃത്തിയിൽ പൊതുവെ തൽപരരായിരിക്കില്ല എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇതുപോലെ ഒരു പദത്തിലൂടെ, ഒരു വാക്യത്തിലൂടെ അസംഖ്യം അർത്ഥങ്ങൾ ജനിപ്പിക്കാൻ ഭാഷയ്ക്ക് ശേഷിയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് ഒരുപാട് ആഴമുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഞാനിവിടെ ഓരോ സാഹിത്യ വിഭാഗത്തിലെയും കൃതികളിലെ ഭാഗങ്ങൾ ഓരോന്നായി വായിക്കുന്നു. അതിനുശേഷം അതിനെ വിശകലനം ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിളാതീരത്ത്. നാലുപാടും നീലമേലാപ്പു കെട്ടിയ അനന്ത ചക്രവാളം, മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ, കണ്ണെത്താത്ത സൗന്ദര്യസരസിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ, കിഴക്കും തെക്കും പടിഞ്ഞാറും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ, കിനാവുകളുടെ അനന്ത സാമ്രാജ്യം, നേർത്ത മൂടൽമഞ്ഞിന്റെ മൂടുപടം, അറ്റംപെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറ കുന്നുകൾ, ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ, പച്ച പാരുതുടച്ച തോട്ടങ്ങൾ, പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ, നാടോടി പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ. നോക്കൂ, പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വപ്നഭൂമിയെക്കുറിച്ച്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഭാരതപ്പുഴയും അതിൻ്റെ തീരവും. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കവിതകളുടെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരങ്ങളാണ്. പല കവിതകളുടെയും ആശയത്തിന് പിന്നിൽ, അവയുടെ പിറവിക്ക് പിന്നിൽ ഭാരതപ്പുഴയുടെ തീരത്ത് അദ്ദേഹം ഉറക്കമിളച്ചിരുന്ന രാത്രി ദൃശ്യങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിലെ കവിയെയും കാവ്യചിന്തയെയും കാവ്യശക്തിയെയും ഒക്കെ പ്രചോദിപ്പിച്ച ഒരു സ്ഥലമാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്, ഭാരതപ്പുഴയുടെ തീരവും. അങ്ങനെയുള്ള ആ പ്രദേശത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ പി കുഞ്ഞിരാമൻ നായർ നൽകിയിരിക്കുന്നത്.
നാലുപാടും നീലമേലാപ്പ് കെട്ടിയ അനന്തചക്രവാളം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അതിരുണ്ടോ? അതിര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലേ? അനന്തമായി വിരിഞ്ഞു കിടക്കുന്ന നീല നിറത്തിലുള്ള ആകാശത്തിന്റെ അതിരുകൾ. മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ. മേഘമാലകൾ എന്ന് പറഞ്ഞാൽ മേഘത്തിന്റെ കൂട്ടം. അപ്പോൾ അനന്തമായ നീലനിറത്തിലുള്ള ആകാശത്തിൽ കാണപ്പെടുന്ന മേഘമാലകൾ. കണ്ണെത്താത്ത സൗന്ദര്യ സരസിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ. മലനിരകളാകട്ടെ എവിടേക്കെന്നറിയാതെ അങ്ങ് ദൂരെ ദൂരെയായി നീണ്ട ചങ്ങല പോലെ കോർത്തു കിടക്കുകയാണ്. ഒരുപാട് മലനിരകൾ ഉണ്ട് എന്നർത്ഥം. കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീല താമര തടാകങ്ങൾ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെയൊക്കെ എന്ത് കാണാം? മലയുടെ നിരകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതായി കാണാം. കിനാവുകളുടെ അനന്ത സാമ്രാജ്യം. നേർത്ത മൂടൽമഞ്ഞിന്റെ മൂടുപടം. അത്തരത്തിൽ നീലാകാശത്താലും മലനിരകളാലും ഒക്കെ ചുറ്റപ്പെട്ട ആ പ്രദേശത്ത് മൂടൽമഞ്ഞിന്റെ ഒരു ആവരണമുണ്ട്. അത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിലെ ഭാവന ഉണരുകയാണ്. അറ്റംപെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ. പിന്നെയോ കറുത്ത നിറത്തിലുള്ള പാറക്കുന്നുകൾ. അവ അദ്ദേഹത്തെ സ്വപ്നം കാണാൻ പലകുറി പ്രേരിപ്പിച്ചിട്ടുണ്ട്. വൃക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ എന്ന് വെച്ചാൽ രാവിലത്തെ മൂടൽമഞ്ഞിലൂടെ പാടത്തേക്ക് നോക്കുമ്പോൾ അവയൊക്കെ മങ്ങിയതായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് ഉറക്കക്ഷീണം പിടിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പച്ച പാല് തുടച്ച തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കൊയ്ത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞ തോട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് പച്ചപ്പ് കാണാൻ കഴിയില്ല. ആ കൊയ്ത്തു കഴിഞ്ഞ ഭാഗത്ത് അത്രയും പച്ചപ്പ് കുറവായിരിക്കും. അതാണ് പാതി തുടച്ച പച്ചപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ എന്ന് വെച്ചാൽ അവിടെയായി കാണുന്ന ചെറിയ വീടുകൾ. നാടോടി പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ. ഇത്രയും മനോഹരമായ ആ പ്രദേശത്തെ പാടശേഖരങ്ങൾക്കിടയിലൂടെ അകലേക്ക് ഒഴുകിപ്പോകുന്ന ഭാരതപ്പുഴ. അപ്പോൾ ആ ഭാരതപ്പുഴ എവിടെ കൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്ക് കവി നൽകിയിരിക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? മലനിരകളുണ്ട്. പിന്നെ അനന്തമായ നീലാകാശം ആ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ 4 ഭാഗത്തും കാണാം. ആകാശത്ത് നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ നിറഞ്ഞ മേഘങ്ങളെ കാണാൻ സാധിക്കും. താഴെയാകട്ടെ ഭൂമിയിലാകട്ടെ 4 പാടും ചുറ്റപ്പെട്ട മലനിരകളുണ്ട്. പിന്നെ നിറഞ്ഞ പാടങ്ങളുണ്ട്. ഈ പാടങ്ങൾക്കിടയിലൂടെയാണ് എന്ത് പോകുന്നത്? ഭാരതപ്പുഴ ഒഴുകി ഒഴുകി പോകുന്നത്. അദ്ദേഹത്തിലെ കവിയെയും കവിത്വത്തെയും അദ്ദേഹത്തിന്റെ കാവ്യശക്തിയെയും ഒക്കെ നിരന്തരമായി പ്രേരിപ്പിച്ച ഒന്നായിരുന്നു ഭാരതപ്പുഴ. അത്തരത്തിലുള്ള ഭാരതപ്പുഴയുടെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് കവി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത ഭാഗത്തിന് കൂമൻകാവ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഈ നോവലിലെ നായകനായിട്ടുള്ള രവി ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. രവി ഒരു സ്ഥലത്ത് നിന്നും അദ്ദേഹം മുൻപ് ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലി കിട്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അവിടുത്തെ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഏകാധ്യാപക വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ മാത്രമുള്ള സ്കൂള്. ഈ ഖസാക്ക് എന്ന് പറയുന്നത് ഒരു തികച്ചും ഗ്രാമീണമായിട്ടുള്ള ഒരു പരിഷ്കാരവും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അവിടെ അങ്ങിങ്ങായി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു തികഞ്ഞ നാട്ടിൻപുറമാണ് ഈ പ്രദേശമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വലിയ പരിഷ്കാരമൊന്നുമില്ല, മനുഷ്യന്മാർക്കൊന്നും നഗരവുമായിട്ടുള്ള അടുപ്പമൊന്നുമില്ല, നാഗരികതയൊന്നും ആ പ്രദേശത്തില്ല എന്നൊക്കെ ഓർക്കുക. അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് അവിടെ ഒരു വിദ്യാലയമുണ്ട്. അവിടെ ഒരേ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ. ആ ടീച്ചറായിട്ടാണ് ആര് വരുന്നത്? രവി വരുന്നത്. രവി കൂമൻകാവ് എന്ന് പറയുന്ന അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ, അവിടുത്തെ ജംഗ്ഷനിൽ ബസ്സിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്ന ഭാഗമാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? രവി. അദ്ദേഹം ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലി കിട്ടി വരികയാണ്. എന്ത് ജോലിയാണ് കിട്ടിയത്? ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകൻ എന്നുള്ള ജോലി. അദ്ദേഹം ബസ്സിൽ വന്ന് കൂമൻകാവ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ബസ് ഇറങ്ങി. ഒരു ചുമട്ടുകാരൻ വന്നു, അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തു. അദ്ദേഹത്തിന്റെ പെട്ടിയും സാധനങ്ങളും എടുത്തു. അദ്ദേഹം താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പുള്ള ഒരു സീനാണ് നിങ്ങൾക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റു വീശി. തലതിരിച്ചിലിന് ഇത്തിരി ആക്കം തോന്നി.
ബസിന്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഹോൾഡോളിന്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടുകളിലേക്ക് രവി നോക്കി. അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു. സുഖാലസ്യത്തിന്റെ ചുഴിയിൽ പതുക്കെ കറങ്ങിത്തിരിയുന്ന മനസ്സിനെ നിലയ്ക്ക് നിർത്താനെന്നോണം രവി ആ അഴുക്കുപാടുകളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ബസ്സിൽ നിന്ന് വന്നിറങ്ങിയ പാടെ അദ്ദേഹത്തിന്റെ പെട്ടിയും കിടക്കയും ഒക്കെ ബസ്സിൽ നിന്ന് പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ പെട്ടിയുടെ പുറത്ത് കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ദീർഘമായ ഒരു യാത്രയിലായിരുന്നു. അത് നിങ്ങൾക്ക് ആ നോവൽ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തയാളാണ് രവി എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം നിരന്തരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെട്ടിയുടെയൊക്കെ പുറത്ത് അഴുക്ക് പതിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലുമൊക്കെ തേച്ചൊരച്ച് കഴുകി കളയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിന്നെ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നിറങ്ങിയതിൻ്റെ ഒരു ഉറക്കച്ചടവും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി എങ്ങാണ്ടാണ്? ചുമട്ടുകാരൻ ചോദിച്ചു. ഇനി, രവി പറഞ്ഞു. അരയാലിലകളിൽ കാറ്റ് വീശി. കസാക്കിലേക്ക്. രവി പറഞ്ഞു. ഏറുമാടങ്ങളിൽ ഒന്ന് സർവത്ത് പീടികയായിരുന്നു. 2 സർവത്ത്. രവി പറഞ്ഞു. ഹായ്, ഞമ്മക്ക് വേണ്ട. ചുമട്ടുകാരൻ ഭംഗിവാക്ക് പറഞ്ഞു. കഴിക്കുക കാർന്നോരെ, രവി ധൈര്യപ്പെടുത്തി. ഇനി ഇവിടെ നിന്നങ്ങ് ഡിശി നടക്കണ്ടേ? വേവട പിടിപ്പിച്ച നഗരപടത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പീഡികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകാൻ വെച്ച് നന്നാരി സർവത്തിന്റെ കുപ്പി തുറന്നു. അദ്ദേഹത്തിന്റെ പെട്ടിയും എടുത്തു വന്ന ചുമട്ടുകാരനെയും കൂട്ടി രവി ആ ജംഗ്ഷനിലുള്ള ഒരു കടയിൽ കയറി അവിടെ നിന്ന് സർബത്ത് കുടിക്കാൻ തീരുമാനിച്ചു. ഇനി ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് വെള്ളം കുടിച്ചിട്ടാകാം യാത്ര എന്ന് അദ്ദേഹം തീരുമാനിച്ചു. നോക്കൂ, ഷോഡ വേണോ? ഷോഡ എന്ന് പറഞ്ഞാൽ സോഡ എന്ന് മനസ്സിലാക്കുക കേട്ടോ. വേണ്ട. ഐസ് ഉണ്ടോ? ഐസില്ല. പക്ഷെ വെള്ളം ഐസിലും തണുപ്പാണ്. ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ്. പുതുമഴയുടെ ചുവയുള്ള വെള്ളം. അവിടെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് രവി കൂമൻകാവിന്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. നിലത്തറഞ്ഞ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4-5 ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി. അപ്പോൾ ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തിരക്കൊന്നുമില്ലാത്ത ഒരു ജംഗ്ഷനാണെന്ന് ഓർക്കുക. ആകെ 2-3 കടകളേ ഉള്ളൂ. ആ കടകളാണ് ആ ജംഗ്ഷനെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ സാധാരണയായി ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ആ ജംഗ്ഷനെ തിരക്കുള്ള, ഒരുപാട് വണ്ടികൾ വന്നു പോകുന്ന, ഒരുപാട് മനുഷ്യന്മാരിയ്ക്കുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലമാണല്ലേ. പക്ഷേ കൂമൻകാവ് അങ്ങാടി അങ്ങനെ ഒന്നുമല്ല. ആകെ 1-2 പീടികകൾ, അതായത് കടകൾ മാത്രമേ അവിടെ ഉള്ളൂ. പാത അവസാനിക്കുന്നിടം ചെറിയൊരു മൈതാനമായിരുന്നു. അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടന്നത്. അവയ്ക്ക് പുറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ. അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠകായന്മാരായ മുത്തശ്ശന്മാരെ പോലെ പടർന്നു നിന്ന മാവുകൾ, നീലനിറം പോടിയ പരന്ന തണലുകൾ. അപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങിങ്ങായിട്ട് കുറേ മരങ്ങൾ കാണാം. അവയുടെ പിന്നിലായ ചെറിയ കുടിലുകൾ കാണാം. പിന്നെ അവയ്ക്ക് പിറകിൽ വലിയ വലിയ മാവുകൾ കാണാം. പിന്നെ ഈ മാവുകളും ഈ വൃക്ഷങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന തണലുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ് കൂമൻകാവ് എന്ന് പറയുന്നത്. അപ്പോൾ രവി അവിടെ ഇരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് രവി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോകും. അവിടുത്തെ നാട്ടുകാരുമായി പരിചയത്തിലാകും, കുട്ടികളുമായി പരിചയത്തിലാവും, അധ്യാപകനായി മാറും. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ സംഭവങ്ങളിലൂടെയാണ് ഈ നോവൽ കടന്ന് പോകുന്നത്. അവസാന രംഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ കൂമൻകാവിലേക്ക് വന്ന് അവിടെ നിന്ന് ബസ് കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കും. പക്ഷേ അവസാനം അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ കാത്തുനിൽപ്പിൽ അദ്ദേഹം പാമ്പ് കടിച്ച് മരിക്കുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയൊന്നും ആഴത്തിലേക്ക് പോകണ്ട. നിങ്ങൾ ഈ ഒരു സീനിൽ നിന്നുകൊണ്ട്, ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഈ പാഠഭാഗത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് ഓർമ്മയിലെ തീനാളങ്ങൾ. ഇത് CN ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന് പറയുന്ന നാടകത്തിൽ നിന്നുള്ള ഒരു ചെറിയ രംഗമാണ്. ഈ സാകേതം എന്ന് പറയുന്ന നാടകം അദ്ദേഹത്തിന്റെ നാടകത്രയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നാടകത്രയം എന്ന് പറഞ്ഞാൽ 3 നാടകങ്ങൾ എന്നാണ് അർത്ഥം. CN ശ്രീകണ്ഠൻ നായർ രാമായണ കഥയെ ഉപജീവിച്ച് 3 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത എന്നിവയാണ് ആ നാടകങ്ങൾ. അതിലൊന്നായ സാകേതത്തിലെ ഒരു രംഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ രംഗമെന്ന് ഞാനൊന്ന് പറയാം. അതായത് നിങ്ങൾക്കെല്ലാം രാമായണ കഥ അറിയാമായിരിക്കും അല്ലേ? അതിനകത്ത് രാമനെ ദശരഥൻ രാജാവായി വാഴിക്കുന്ന സന്ദർഭത്തിൽ മന്ദര എന്ന് പറയുന്ന കഥാപാത്രം കൈകേയിയോട് ചെന്ന് പറയും,
നിന്റെ മകനെയാണ്, അതായത് ഭരതനെയാണ് രാജാവായി വാഴിക്കേണ്ടുന്നത്, അല്ലാതെ രാമനെ അല്ല എന്നൊക്കെ പറഞ്ഞ് കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് കലുഷിതമാക്കി ഒടുവിൽ കൈകേയി പറയും എൻ്റെ മകനെ തന്നെ രാജാവാക്കണം എന്ന്. ദശരഥന് കൈകേയിയുടെ ആവശ്യം നിരസിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം പണ്ടൊരിക്കൽ കൈകേയിക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്, എന്ത് ആവശ്യപ്പെട്ടാലും നടത്തിക്കൊടുക്കാമെന്ന്. അന്ന് ആ വരം കിട്ടിയിട്ടും കൈകേയി ഒന്നും ആവശ്യപ്പെട്ടില്ല. കുറേ കാലം കഴിഞ്ഞ് രാമനെ രാജാവാക്കുന്ന സന്ദർഭത്തിലാണ് കൈകേയി ആ വരം ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് വന്ന് പറയുന്നു, എന്താണ്, എൻ്റെ മകനെ രാജാവാക്കണം, അങ്ങ് പണ്ട് തന്ന വരം എനിക്കിപ്പോഴാണ് ആവശ്യം, ഞാൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് നിറവേറ്റി തരാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു, ആ വാക്ക് ഇന്ന് പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഭരതനെ രാജാവാക്കാൻ പറയും. വേറെ നിർവാഹമൊന്നുമില്ലാതെ ദശരഥന് അതിന് സമ്മതിക്കേണ്ടിയും വരും. പക്ഷേ കൈകേയി മകനെ രാജാവാക്കണം എന്ന് മാത്രമല്ല പറയേണ്ടത്, 14 വർഷം രാമനെ വനവാസത്തിന് അയക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ദശരഥൻ തകർന്നു പോകുന്നു. ദശരഥന്റെ ഹൃദയമാണ് രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മകനാണ് രാമൻ. അങ്ങനെയുള്ള രാമനെ കാട്ടിലേക്ക് അയക്കണമല്ലോ എന്നോർത്ത് അദ്ദേഹം തകർന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം രാമന്റെ അമ്മയായ കൗസല്യയോട് തനിക്കെങ്ങനെ ഈ വിധി വന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ കാണുന്നത്. അതായത് ദശരഥൻ പണ്ട് അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ കാട്ടിൽ വേട്ടയ്ക്ക് പോയിരുന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോയ സന്ദർഭത്തിൽ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആനയാണെന്ന് കരുതി ആ ദിക്കിലേക്ക് അദ്ദേഹം വില്ലു കുലയ്ക്കുന്നു, അതായത് അമ്പയക്കുന്നു. ആ അമ്പ് ചെന്ന് കൊണ്ടത് ഒരു മുനികുമാരന്റെ ദേഹത്തായിരുന്നു. ആ മുനികുമാരൻ തന്റെ കണ്ണുകാണാത്ത മാതാപിതാക്കൾക്കായി കുടത്തിൽ വെള്ളമെടുക്കുകയായിരുന്നു. ആ ശബ്ദമാണ് ആന വെള്ളം കുടിക്കുന്നതായി ദശരഥൻ തെറ്റിദ്ധരിച്ചത്. അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ മുനികുമാരൻ ചോരയൊലിച്ച് അവിടെ കിടക്കുകയാണ്. മുനികുമാരനിൽ നിന്ന് അദ്ദേഹം അറിയുന്നു ഈ മുനികുമാരന്റെ മാതാപിതാക്കൾ കണ്ണു കാണാത്തവരാണെന്നും അവരെ നോക്കാൻ ഈ മകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും. അങ്ങനെ ദശരഥൻ മുനികുമാരന്റെ മാതാപിതാക്കളെ ചെന്നു കാണുന്നു, സത്യം അറിയിക്കുന്നു. അവർ മകന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കരഞ്ഞതിനു ശേഷം മുനികുമാരന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചിതയൊരുക്കി മുനികുമാരനെ ചിതയിലേക്ക് എടുത്തു വെച്ച് ദഹിപ്പിക്കുന്നു. ചിത ഇങ്ങനെ കത്തി തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയും കൂടി ആ ചിതയിലേക്ക് നടന്നെടുത്ത് ആത്മഹത്യ ചെയ്യുകയാണ്. ദേഹത്തേക്ക് തീ പടർന്ന സമയത്ത് മുനി പറയുന്നുണ്ട്, അതായത് മുനികുമാരന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ അറിയാതെ ചെയ്തു പോയ പാപമായതുകൊണ്ട് നിനക്ക് മറ്റ് ആപത്തുകളൊന്നും വരില്ല. പക്ഷേ നീയും എന്നെ പോലെ എന്ത് ചെയ്യും? പുത്രദുഃഖത്താലായിരിക്കും മരിക്കുക, അതായത് മകനെ ഓർത്ത് വേദനിച്ചായിരിക്കും നീയും മരിക്കുക എന്ന് ശപിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ശാപം ഇന്ന് എനിക്ക് ഫലിച്ചുവല്ലോ എന്ന് ദശരഥൻ രാമന്റെ അമ്മയായ കൗസല്യയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഞാനതൊന്ന് വായിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ദശരഥൻ കൗസല്യയുടെ ആ കൈ പിടിച്ച് മുഖം അമർത്തുന്നു. ക്രമേണ തല പൊക്കി. ദേവി, ഇപ്പോൾ ആ ചിത്രം ഓർമ്മയിൽ തെളിഞ്ഞു. നീഹാര കോടിയിട്ട സരയൂ തടം. 4-ാം യാമത്തിൽ ചിലയ്ക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു. ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു. ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്നുണർന്നു. വില്ലുകുലച്ച് ശബ്ദത്തിന്റെ ലാക്കു നോക്കി എയ്തു. കഷ്ടം, ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആ കൂരിരുട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി. ദേവി, ആ കുമാരന്റെ ചോര വാർന്നൊലിക്കുന്ന മൃദുശരീരം ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണുന്നു. ഞാൻ അങ്ങയോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് കുമാരൻ ചോദിച്ചു. അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴയ്ക്കരികിൽ വന്നതാണ്. ഞാൻ കേണു വീണ് മാപ്പിരുന്നു. പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന് ആശ്രമത്തിലെത്തി. ആ വൃദ്ധദമ്പതികൾ ദാഹിച്ചു വലഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ്. ഇരുവർക്കും കണ്ണുകാണാൻ പാടില്ല. കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു, എന്തു മകനെ വൈകാൻ? അച്ഛനമ്മമാർക്ക് നീയല്ലാതെ ആരുണ്ട്? ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ. വെള്ളത്തിൽ കളിച്ചു നീ സമയം പാഴാക്കി അല്ലേ? സംഭവിച്ചതെല്ലാം ഞാൻ തപസ്വികളെ അറിയിച്ചു. ഉടൻ മകന്റെ അരികിൽ കൊണ്ടുചെന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവിടെ ഇരുവരും മകന്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുവിൽ മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിത കൂട്ടി. മകനെ തീയിൽ വെച്ച ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു. ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി ഇപ്രകാരം അരുളി ചെയ്തു, നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകയില്ല. പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും. ദേവി, ആ സ്ഫുടമായ വാക്കുകൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം. ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു.
ഇനി ഒരു രക്ഷാമാർഗവുമില്ല. ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല. സാകേതം CN ശ്രീകണ്ഠൻ നായർ. അപ്പോൾ ആ കഥയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദശരഥൻ വേട്ടയ്ക്ക് പോയപ്പോൾ ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ മുനികുമാരനെ കൊന്ന കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ആ മുനി കൊടുത്ത ശാപത്താലാണ് ഇന്ന് ദശരഥനും മകനെ പിരിയേണ്ടി വരുന്നത്, അതായത് രാമനെ കാട്ടിലേക്ക് അയക്കേണ്ടി വരുന്നത്. ആ ദുഃഖം ഇന്ന് ഞാനും അനുഭവിക്കാൻ പോവുകയാണ് എന്നോർത്ത് അദ്ദേഹം വിലപിക്കുന്ന, അതായത് കരയുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. അടുത്തത് ഒരു തൂവലിൻ്റെ കഥ. ഇത് ആശാമേനോന്റെ അടരുന്ന കക്കകൾ എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. നോക്കാം, ശ്രദ്ധിക്കുക. കിൽമിഞ്ചാരോ പർവ്വതനിരകളിൽ പ്രചാരമുള്ളൊരു നാടോടി കഥയുണ്ട്. കിൽമിഞ്ചാരോ എന്ന് പറഞ്ഞാൽ കിളിമഞ്ചാരോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പർവ്വതനിരയാണ്. അതൊരു നിഷ്ക്രിയമായിട്ടുള്ള അഗ്നിപർവ്വതമാണ്. അതായത് അഗ്നിപർവ്വതമാണ്, പക്ഷെ അത് ഇനി പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അഗ്നിപർവ്വതം. മരുഭൂമിയുടെ ഹൃദയഭാഗത്തിൽ എവിടെയോ അല്പം തെളിനീർ ഊറുന്ന ഒരു ജലാശയം. ഒരിക്കൽ ഏതോ പ്രാകൃത ഗോത്രത്തിൽപ്പെട്ട ഒരു ബാലൻ ആ ജലാശയത്തിന് സമീപമെത്തുന്നു. ദാഹാർത്തനായ അവൻ കൈക്കുമ്പിളിൽ ജലമെടുത്ത് കുടിക്കാനൊരുങ്ങുകയാണ്. ഒരിറക്ക്, രണ്ടിറക്ക്, പൊടുന്നനെ അവൻ്റെ കണ്ണഞ്ചിപ്പോയി. മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്നു ചെല്ലുന്ന ഒരു പത്മരാഗ പക്ഷിയുടെ പൂഞ്ചിറകുകൾ അവൻ്റെ കൈത്തലത്തിലെ ജലാകാശത്തിൽ പ്രതിഫലിക്കുന്നു. അത്രയും ചെമ്മപ്പാർന്ന ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ലല്ലോ. ആ കാഴ്ച ഒരു മിന്നൽ പോലെ അവനിലൂടെ കടന്നു പോയിരിക്കണം. പത്മരാഗ പക്ഷിയെ അന്വേഷിച്ച് പുറപ്പെടാൻ അവൻ തയ്യാറായത് അതിനാലാവണം. രാപ്പകലുകൾ കടന്ന്, നിലാവും പൗർണമിയും കടന്ന് ബാലൻ തിരഞ്ഞുപോയ വഴികളിലൊന്നും തന്നെ ആ പക്ഷിയെ കണ്ടവരാരുമില്ലായിരുന്നു. ശ്രദ്ധിക്കുക, ഈ മരുഭൂമിയുടെ ഹൃദയഭാഗത്തിൽ എന്ന് വെച്ചാൽ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ എവിടെയോ ശുദ്ധജലം കിട്ടുന്ന ഒരു തടാകം, ഒരു ജലാശയം ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ പോയൊരു കുട്ടി, ഒരു ആൺകുട്ടി അതിൻ്റെ സമീപത്തിരുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അവൻ കൈക്കുമ്പിളിൽ വെള്ളം എടുത്താണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഈ കൈക്കുമ്പിളിൽ ഇങ്ങനെ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കൈക്കുമ്പിളിലിരിക്കുന്ന, അതായത് രണ്ട് കൈകളും ചേർത്ത് വെക്കുമ്പോഴാണ് കൈക്കുമ്പിൾ ഉണ്ടാവുക, അറിയാമല്ലോ. അങ്ങനെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചിരിക്കുന്ന കുമ്പിളിലേക്ക് വെള്ളം ഇങ്ങനെ കോരിയെടുത്തപ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നു. പത്മരാഗ പക്ഷി എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള ഒരു പക്ഷിയാണ്. അതിങ്ങനെ പറന്നു പോകുന്നു. അതിനെ കണ്ടിട്ട് അവന് ഭയങ്കരമായ ആകർഷണം തോന്നുന്നു. അങ്ങനെ അവൻ അതിനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷേ അവൻ പോയ വഴികളിലെങ്ങും അങ്ങനെ ഒരു പക്ഷിയെ അവിടെയുള്ളവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. പത്മരാഗ പക്ഷിക്ക് വേണ്ടിയുള്ള ആരായൽ അവസാനിച്ചില്ല. ബാല്യത്തിലെന്നോ അനുഭവപ്പെട്ട ഒരു ഒളിവെട്ടം ജീവിതത്തിന്റെ തന്നെ ദിശയായി തീർന്നത് അവൻ അറിഞ്ഞില്ല. ചിരപരിചിതമായ ഒന്നിനെക്കുറിച്ച് എന്നതുപോലെ ആ ബാലൻ പലരോടും ആ പക്ഷി എവിടെയെന്ന് ചോദിക്കുമായിരുന്നു. ചെമന്ന ചിറകുകളുള്ള ഒരു കൈത്തലത്തോളം മാത്രം പോന്ന ശരപക്ഷി എവിടെയാണ് കൂടുകൂട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ പക്ഷിയെ അന്വേഷിക്കുക എന്നത് മാത്രമായി അവൻ്റെ ജീവിതം. അവൻ അങ്ങനെ കാണുന്ന ആൾക്കാരോടെല്ലാം ആ പക്ഷിയെ എവിടെയെങ്കിലും കണ്ടോ, ആ പക്ഷിയുടെ രൂപം ഇങ്ങനെയാണ്, ചുവന്ന നിറമാണ്, അതിന് ഒരു കൈക്കുള്ളിലിരിക്കാനുള്ള വലിപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൻ എല്ലാവരോടും ചോദിച്ചു തുടങ്ങി. കുറെ ചെന്നപ്പോൾ ഒരു വൃദ്ധൻ മാത്രം മറുപടി പറയുകയുണ്ടായി. യാത്രയുടെ നിർണായകമായൊരു നിമിഷത്തിൽ, കുഞ്ഞെ, വടക്കൻ പർവ്വതനിരകളിലേക്ക് നീ വിവരിക്കുന്നത് പോലൊരു പക്ഷി പറന്നകലുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. കയറി ചെല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വതനിരകളിലേക്ക് ബാലൻ പുറപ്പെടുക തന്നെയാണ്. കുറേ ദൂരം പോയപ്പോൾ ഒരു വൃദ്ധൻ, ഒരു അപ്പൂപ്പൻ പറഞ്ഞു, അങ്ങനെ ഒരു പക്ഷിയെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കയറി ചെല്ലാൻ കഴിയാത്ത പർവ്വതനിരകളിലേക്കാണ് അത് പറന്നു പോയത് എന്ന്. പക്ഷെ അത് കേട്ടിട്ടും ബാലൻ പിന്തിരിഞ്ഞില്ല. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ആ പർവ്വതനിരകളിലേക്ക് പോയി ആ പക്ഷിയെ കണ്ടിട്ടേ ഉള്ളൂ എന്നവൻ തീരുമാനിക്കുന്നു. പരിക്ഷീണതകൾ തെല്ലും വകവയ്ക്കാതെ കൈകാലുകൾ തളരുമ്പോഴൊക്കെയും ആ ചെമന്ന ചിറകുകൾ ഏതോ ഊർജസന്നിധിയായി ആ അന്വേഷിക്ക് അനുഭവപ്പെട്ടിരിക്കണം. പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോഴേക്കും ആ നാടോടി കുഴഞ്ഞുപോയി. പക്ഷേ എത്ര ക്ഷീണിതനായിരുന്നെങ്കിലും അവൻ എന്ത് ചെയ്തു? ആ പക്ഷിയെ അന്വേഷിച്ച് പോവുക തന്നെ ചെയ്തു. പരിക്ഷീണതകളെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ അവശതകളെല്ലാം അവഗണിച്ച് അവൻ നടന്ന് ആ പക്ഷിയെ അന്വേഷിച്ച് പോയി. അവസാനം അവൻ കുഴഞ്ഞുപോയി. മുകളിലെത്തിയപ്പോഴേക്കും അവൻ തളർന്നുപോയി. അപ്പോഴും നിവർത്തിപ്പിടിച്ച കൈത്തലവുമായി അവൻ അവിടെ മറിഞ്ഞു കിടന്നു. ഹൃതിയുടെ തിമിരം വീഴുന്നതിന് മുൻപ്
ഒരിക്കൽ കൂടി ആ ചിറകുകൾ കൺപാർത്തുകൊണ്ട് ആ നിമിഷം മുകളിൽ എവിടെ നിന്നോ ഒരു പത്മരാഗത്തൂവൽ ആ കൈവെള്ളയിൽ പാറി വീഴുകയാണ്. നിങ്ങളുടെ കൺവട്ടത്തെങ്ങാനും അത്തരമൊരു ചിറകടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്നും പിന്തുടർന്ന് ചെല്ലാൻ ത്വരിപ്പിക്കും വിധം. അങ്ങനെ അവൻ ഒടുവിൽ ആ പർവ്വതനിരകളിലേക്ക് തളർന്നു വീഴുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ ആ പക്ഷിയെ കാണുന്നു. അതിൻ്റെ ഒരു തൂവൽ അടർന്നു വന്ന് അവൻ്റെ കൈയിലേക്ക് വീഴുന്നു. അതോടുകൂടി അവൻ്റെ ജന്മം സഫലമായി. നിങ്ങൾ അങ്ങനെയുള്ള ഒരു പക്ഷിയെ കണ്ടിട്ടുണ്ടോ എന്ന് എഴുത്തുകാരൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മോഹിപ്പിച്ചിട്ടുള്ള, പിന്തുടരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്ന്, ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ആ ബാലനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ആ പക്ഷിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അവൻ്റെ ജീവിതം സഫലമാകുന്നത് ആ പക്ഷിയെ കണ്ടെത്തിയ ഇടത്താണ്. അതുപോലെ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന, നിരന്തരമായി നിങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ, ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് എഴുത്തുകാരൻ വിദ്യാർത്ഥികളായ നിങ്ങളോട് ചോദിക്കുന്നത്. അടരുന്ന കക്കകൾ, ആശാ മേനോൻ. അപ്പോൾ നമ്മളിന്ന് വിവിധ സാഹിത്യ ശ്രേണികളിൽപ്പെട്ട, മേഖലകളിൽപ്പെട്ട 4 കൃതികളെ പരിചയപ്പെടുകയുണ്ടായി. ഒന്നാമത്തേത് നിളാതീരത്ത് എന്ന് പറയുന്ന ഭാഗമായിരുന്നു. അത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തെ നിരവധി മനോഹരമായ കവിതകൾ എഴുതാൻ പ്രേരിപ്പിച്ച ഒരു സ്ഥലമാണ് ഭാരതപ്പുഴയുടെ തീരം. ഭാരതപ്പുഴയുടെ തീരം എങ്ങനെയാണ് കാണപ്പെടുന്നത്, ആ കാഴ്ചയാണ് തന്നെ ഇത്രത്തോളം എഴുതാൻ, അല്ലെങ്കിൽ ഇത്രയും വലിയ കവിയാകാൻ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ഭാഗം കൂമൻകാവ് എന്നുള്ളതാണ്. കൂമൻകാവിനകത്ത് കണ്ടത് എന്താണ്? അത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള ഭാഗമാണ്. അതിൽ നോവലിലെ നായകനായ രവി എന്ന് പറയുന്ന കഥാപാത്രം കൂമൻകാവ് എന്ന ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നു. അദ്ദേഹം അവിടുത്തെ ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ബസ് ഇറങ്ങി ഖസാക്കിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഇടം വരെയുള്ള ഭാഗമാണ് നിങ്ങൾ അവിടെ കണ്ടത്. അതിൻ്റെ അടുത്തേത് CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിലെ, നാടകത്രയം എന്നാൽ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, സാകേതം. അതിൽ സാകേതം എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ദശരഥന് എങ്ങനെയാണ് മകനെ പിരിയേണ്ടി വന്നത്? രാമനെ എന്തുകൊണ്ട് പിരിയേണ്ടി വന്നു? ആരാണ് അദ്ദേഹത്തിന് രാമനെ പിരിയേണ്ടി വരുന്ന തരത്തിലുള്ള ശാപം കൊടുത്തത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ശാപം കിട്ടി എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കൗസല്യയോട് വിവരിക്കുന്ന രംഗമാണ് നമ്മൾ അവിടെ കണ്ടത്. അതിന് ഓർമ്മയിലെ തീനാളങ്ങൾ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് അത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സാരോപദേശ മാർഗത്തിലുള്ള കഥയാണ് എന്നോർക്കുക. ആ കഥയ്ക്കകത്ത് സത്യത്തിൽ ഇത് ആശാ മേനോന്റെ അടരുന്ന കക്കകൾ എന്ന് പറയുന്ന ട്രാവലോഗ്, എന്താണ്, യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഈ യാത്രാ വിവരണത്തിൽ അദ്ദേഹം കിളിമഞ്ചാരോ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അദ്ദേഹം കേട്ട ഒരു നാടോടി കഥയാണ് നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിനു വേണ്ടി ആയിരിക്കണം അവൻ ആത്മാർത്ഥമായി ജീവിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ആ പാഠഭാഗം, അതായത് ഒരു തൂവലിൻ്റെ കഥ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള 4 സാഹിത്യ കൃതികളെയും അതിൽ നിന്നുള്ള ചെറിയ ഓരോ ഭാഗങ്ങളെയും നിങ്ങൾ പരിചയപ്പെട്ടു. ഇതിന് ഭാഷാപരമായ പല പ്രത്യേകതകളും ഉണ്ടെന്ന് കണ്ടു. ഓരോന്നും വിവരിക്കുന്ന രീതി വെവ്വേറെയാണെന്ന് കണ്ടു. ആദ്യത്തേതിൽ, അതായത് നിളാതീരത്തിൽ, കവി സ്വന്തം ആത്മകഥ, സ്വന്തം ദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേതിൽ സാങ്കല്പികമായ ഒരു സ്ഥലത്തെ മുൻനിർത്തിയുള്ള കഥാപാത്രങ്ങളെയും കഥാഭാഗത്തെയുമാണ് നിങ്ങൾ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ കണ്ടത്. അടുത്തത് ഒരു നാടകമായിരുന്നു. അപ്പോൾ നാടകീയമായ ഭാഷയിൽ സംഭാഷണ രൂപത്തിലുള്ള ഒന്നാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അവസാനത്തേത് ഒരു കഥയുടെ രൂപത്തിലുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെ തുടർന്ന് ഈ അധ്യായത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് നൽകിയിരിക്കുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടെ ഉത്തരങ്ങൾ രൂപീകരിക്കാനും തീർച്ചയായും ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.